Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ EST 100 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ലെക്ചറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് റിലേറ്റഡ് ടു സ്റ്റാറ്റിക്സ് കുറച്ച് തിയറി പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സിലബസിൽ തന്നെ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ഇൻട്രൊഡക്ഷൻ ഓൺ സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റാറ്റിക്സ്, അതിൻ്റെ അകത്ത് തന്നെ പാരലോഗ്രാം ലോ, ഇക്വിലിബ്രിയം ലോ, സൂപ്പർപൊസിഷൻ ആൻഡ് ട്രാൻസ്മിസിബിലിറ്റി, ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, അങ്ങനെ ഓവറോൾ റിവ്യൂ ഓഫ് ടോപ്പിക്സ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്? Engineering mechanics is a physical science which deals with the conditions of rest or of motion of bodies under the action of forces on bodies. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫിസിക്കൽ സയൻസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ റെസ്റ്റിലുള്ള ബോഡിയും മോഷനിലുള്ള ബോഡിയുടെയും സ്റ്റഡിയാണ് ഡ്യൂ ടു ആക്ഷൻ ഓഫ് ഫോഴ്സ്. ക്ലാസിഫിക്കേഷൻ, നമുക്ക് ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ അല്ലെങ്കിൽ മെക്കാനിക്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ബ്രീഫായിട്ട് പറയുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനെ നമ്മൾ ഫർദർ ഐഡിയൽ ഫ്ലൂയിഡ്സ്, വിസ്കസ് ഫ്ലൂയിഡ്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്, മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ്, അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡിയാണ്. അപ്പോൾ മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡിയെ ഫർദർ സ്റ്റാറ്റിക്സ് എന്നും ഡൈനാമിക്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡിയെ തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റിയും തിയറി ഓഫ് പ്ലാസ്റ്റിസിറ്റിയും എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഫർദർ ഡൈനാമിക്സ്, എഞ്ചിനീയറിംഗ് ഡൈനാമിക്സിനെ കൈനമാറ്റിക്സ് എന്നും കൈനറ്റിക്സ് എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡി, അതിൽ തന്നെ സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ആണ് ഡീൽ ചെയ്യുന്നത്. ഡൈനാമിക്സിനെ ഫർദർ കൈനമാറ്റിക്സ് എന്നും കൈനറ്റിക്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഓവറോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ റിജിഡ് ബോഡി എന്താണെന്ന് നോക്കാം. എ റിജിഡ് body may be defined as a body in which the relative positions of any two particles do not change under the action of force, means the distance between 2 points or particle remain same before and after applying external force. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിജിഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡിയിലെ, ഇപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത ബോഡി എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി. ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ അകത്തുള്ള ഓരോ മോളിക്യൂൾസുമാണ്, അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻസാണ്. ഇനീഷ്യലി അത് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ റിജിഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആക്ഷൻ ഓഫ് ഫോഴ്സ്, ഈ ഒരു ബോഡിയിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദർ ഇതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ചിലപ്പോൾ ഇതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകാം, ഇത് ഈ ഒരു പൊസിഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി ഈ ഒരു പൊസിഷനിലേക്ക് തെറിച്ച് മാറിയിട്ടുണ്ടാകാം. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഓരോ മോളിക്യൂൾസിൻ്റെയും പൊസിഷനിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ബോഡിയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഓർ പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ റിമെയിൻസ് സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പൊസിഷൻ എന്തായിരുന്നോ അത് തന്നെ ആയിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ പൊസിഷൻ. എ ബോഡി വിച്ച് ഡസ് നോട്ട് ഡീഫോം അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ് റിജിഡ് ബോഡി. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിയിൽ ഡീഫോമേഷൻ, ചേഞ്ചുകളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ, ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു പൊസിഷനിൽ നിന്ന് ആ ബോഡി കംപ്ലീറ്റ്ലി അടുത്ത പൊസിഷനിലേക്ക് മാറുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡീഫോമേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണൽ മോളിക്യൂൾസിലുള്ള ഡിഫറൻസാണ്, ചേഞ്ചാണ്. അപ്പോൾ ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീഫോമേഷൻ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കതിനെ റിജിഡ് ബോഡി എന്ന് പറയാം. ഇൻ റിജിഡ് ബോഡി മെക്കാനിക്സ് വി അസ്യൂം ബോഡീസ് ടു ബി റിജിഡ് ബോഡീസ്. അപ്പോൾ നമ്മൾ ഈ ഒരു റിജിഡ് ബോഡി മെക്കാനിക്സ് ഡീൽ ചെയ്യുമ്പോൾ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ബോഡിയും നമ്മൾ റിജിഡ് ബോഡീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റിജിഡ് ബോഡി മെക്കാനിക്സ്. റിജിഡ് ബോഡി മെക്കാനിക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ബ്രാഞ്ചസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിജിഡ് ബോഡി മെക്കാനിക്സിനെ നമ്മൾ ഫർദർ സ്റ്റാറ്റിക്സ് എന്നും ഡൈനാമിക്സ് എന്നും രണ്ട് ബ്രാഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ് സ്റ്റാറ്റിക്സ് എന്ന് നോക്കാം. It is the branch of mechanics that deals with the study of force acting
on a body in equilibrium. Either the body is at rest or in uniform motion is called statics. അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഓഫ് മെക്കാനിക്സ് ആണ്. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ്? ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഇക്വിലിബ്രിയം ബോഡി. അപ്പോൾ ബോഡി ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇക്വിലിബ്രിയത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു റെസ്റ്റിലുള്ള ബോഡിയിൽ നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റഡി ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബോഡി യൂണിഫോം മോഷനിലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത് എന്താണ് ഡൈനാമിക്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓൺ എ ബോഡി ഇൻ മോഷൻ ഈസ് കോൾഡ് ഡൈനാമിക്സ്. അപ്പോൾ മോഷനിലുള്ള ട്രാവലിംഗ് അല്ലെങ്കിൽ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ബോഡി, അതിൻ്റെ അകത്ത് ഉള്ള ഫോഴ്സസിൻ്റെ സ്റ്റഡീനെയാണ് നമ്മൾ ഡൈനാമിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 2 ബ്രാഞ്ചസ്, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. അപ്പോൾ ഡൈനാമിക്സിനെ നമ്മൾ ഫർദർ കൈനറ്റിക്സ് എന്നും കൈനമാറ്റിക്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കൈനറ്റിക്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബോഡീസ് ഇൻ മോഷൻ വിത്ത് കൺസിഡറേഷൻ ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ ദം. അപ്പോൾ ഓൾറെഡി ഡൈനാമിക്സ് എന്താണെന്ന് പറഞ്ഞു, ഒരു ബോഡി മോഷനിലായിരിക്കുമ്പോൾ അതിൻ്റെ ഫോഴ്സിൻ്റെ സ്റ്റഡീനെയാണ് നമ്മൾ ഡൈനാമിക്സിൽ പറയുന്നത്. അതിൽ തന്നെ കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ബോഡീസ് ഇൻ മോഷൻ. മോഷനിലുള്ള ഒരു ബോഡിയുടെ സ്റ്റഡി തന്നെയാണ് വിത്ത് കൺസിഡറേഷൻ ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ ദം. അപ്പോൾ ആ മോഷനിലുള്ള ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് നടത്തുന്ന സ്റ്റഡിയാണ് നമ്മൾ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആകെ വ്യത്യാസം വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദം. ആ മൂവിങ് ആയിട്ടുള്ള ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലാതെ എടുക്കുന്ന സ്റ്റഡീനെയാണ് നമ്മൾ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബോഡീസ് ഇൻ മോഷൻ. ഇപ്പോൾ സ്റ്റഡി ഓഫ് ബോഡി ഇൻ മോഷൻ തന്നെയാണ്, കാരണം അത് ഡൈനാമിക്സ് തന്നെ. വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദം. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ കൺസിഡർ ചെയ്യുന്നില്ല, അതിനെയാണ് നമ്മൾ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത കുറച്ച് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് നോക്കാം. അതായത് കുറച്ച് നൊട്ടേഷൻസും ഡെഫിനീഷൻസൊക്കെയാണ്. പാർട്ടിക്കിൾ എന്താണ്? ഒരു പാർട്ടിക്കിൾ മീൻസ് ഇറ്റ് ഹാസ് മാസ് ബട്ട് ദ സൈസ് ഈസ് നെഗ്ലക്റ്റഡ്. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ മാസ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ സൈസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. ദ ജോമെട്രി ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ അനാലിസിസ്. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ അനാലിസിസിൽ നമ്മൾ അതിൻ്റെ ജോമെട്രിയെ ഇൻവോൾവ് ചെയ്യുന്നില്ല. അടുത്തത് റിജിഡ് ബോഡി. It is considered as a combination of large number of particles in which all particles remain at a fixed distance from one another before and after applying a load. ഇപ്പോൾ റിജിഡ് ബോഡി ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇപ്പോൾ റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാർട്ടിക്കിൾസിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ഒരു റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഇനി ആ റിജിഡ് ബോഡിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും ഓരോ പാർട്ടിക്കിൾസും അതിൻ്റെ ഫിക്സഡ് പൊസിഷനിൽ, ഫിക്സഡ് ഡിസ്റ്റൻസിൽ തന്നെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് റെപ്രസെൻറ്റ്സ് ദ എഫക്റ്റ് ഓഫ് ലോഡിങ്സ് വിച്ച് ഈസ് അസ്യൂംഡ് ടു ആക്ട് അറ്റ് എ പോയിൻ്റ് ഓൺ എ ബോഡി. ഒരു ബോഡിയിൽ ഒരൊറ്റ പോയിന്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് റെപ്രസെൻറ്റ്സ് ദ എഫക്റ്റ് ഓഫ് ലോഡിങ് which is assumed to act at a point on a body. ഒരു ബോഡിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് 2 ക്വാണ്ടിറ്റിയാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റാർ ക്വാണ്ടിറ്റിയും. അപ്പോൾ എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് നോക്കാം. ഒരു ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ബട്ട് നോട്ട് ഡയറക്ഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി, ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കുറേ ക്വാണ്ടിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. മാസ്, ആക്സിലറേഷൻ, വെലോസിറ്റി, വോളിയം, ലെങ്ത്ത്, ഫോഴ്സ്, അപ്പോൾ അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, പക്ഷേ ഡയറക്ഷൻ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ മാസ്, വോളിയം, ലെങ്ത്ത്. അപ്പോൾ സ്കെയിലാർ ക്വാണ്ടിറ്റി, ഇപ്പോൾ മാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ അതിനെന്തെങ്കിലും ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. അതേപോലെ വോളിയം, ലെങ്ത്ത്, ഇതൊക്കെ നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അടുത്ത വെക്റ്റാർ ക്വാണ്ടിറ്റി എന്തായിരിക്കും? ദ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരുപോലെ ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്റ്റാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഫോഴ്സ്, മൊമെൻറ്റ്, പൊസിഷൻ. ഇപ്പോൾ ഫോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, 10 കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ 10 ന്യൂട്ടൺ ആക്ടിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് അത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്നും സ്പെസിഫൈ ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ വെക്റ്റാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഫോഴ്സ് മേ ബി ഡിഫൈൻഡ് as any action that tends to change the state of rest or motion of a body to which it is applied. അപ്പോൾ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോഡിയുടെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുന്ന ആക്ഷനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് ഒരു ബോഡി നമ്മൾ റെസ്റ്റിലാണ്, അപ്പോൾ നമ്മളിവിടെ ഒരു ആക്ഷൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ റെസ്റ്റ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ചേഞ്ച് ചെയ്യും. അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോഴ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്പീഡ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഫോഴ്സ് മേ ബി ഡിഫൈൻഡ് as the any action that tends to change the state of rest or motion. ഒരു ബോഡിയുടെ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ മോഷനിലുള്ള ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുന്ന ഏതൊരു ആക്ഷനെയും നമുക്ക് ഫോഴ്സ് എന്ന് പറയാം. 3 quantities required to completely define force are called its specification or characteristics. അപ്പോൾ ഒരു ഫോഴ്സിനെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ വേണം, 3 ക്വാണ്ടിറ്റീസ് വേണം. അപ്പോൾ അതിനെ നമുക്ക് ആ ഫോഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻ എന്നോ ക്യാരക്ടറിസ്റ്റിക്സ് എന്നോ പറയാം. ഒന്നാമത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 10 ന്യൂട്ടൺ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ 10 ന്യൂട്ടൺ എന്ന് പറയുന്നതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അടുത്ത പോയിൻ്റ് ഓഫ് അപ്ലിക്കേഷൻ. ഇപ്പോൾ ഒരു ബോഡിയിൽ നമ്മൾ 10 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അത് ഏത് പോയിന്റിലാണ്, ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലാണോ ബി എന്ന് പറയുന്ന പോയിന്റിലാണോ, ഏത് പോയിന്റിലാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്തതെന്ന് നമ്മൾ കറക്റ്റായിട്ട് പറയണം. അതേപോലെ ഡയറക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് അപ്ലിക്കേഷൻ. ഇത് ഹൊറിസോണ്ടൽ റൈറ്റ് സൈഡിലേക്കാകാം, വെർട്ടിക്കലി അപ്വേർഡ്സ് ആകാം, വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആകാം. അപ്പോൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണെന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫോഴ്സ് പറഞ്ഞു. ഫോഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, പോയിൻ്റ് ഓഫ് അപ്ലിക്കേഷൻ, ഡയറക്ഷൻ. ഫോഴ്സ് ഈസ് എ വെക്റ്റാർ ക്വാണ്ടിറ്റി, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ ഇൻ SI സിസ്റ്റം ആൻഡ് ഡൈൻ ഇൻ CGS സിസ്റ്റം. അപ്പോൾ ഫോഴ്സ് ഒരു വെക്റ്റാർ ക്വാണ്ടിറ്റിയാണ്. SI യൂണിറ്റിൽ നമ്മളതിൻ്റെ യൂണിറ്റ് പറയുന്നത് ന്യൂട്ടൺ ആണ്. CGS യൂണിറ്റിൽ നമ്മളതിൻ്റെ യൂണിറ്റ് ഡൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ശരിക്കും 1 ന്യൂട്ടൺ, ദ ഡിറൈവ്ഡ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് നമ്മൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഫോഴ്സ് which gives an acceleration of 1 meter per second to a mass of 1 kg. അപ്പോൾ 1 ന്യൂട്ടൺ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് ഗിവ്സ് ആൻ ആക്സിലറേഷൻ ഓഫ് 1 meter per second. ഒരു ബോഡിയിൽ 1 meter per second ആക്സിലറേഷൻ ടു എ മാസ് ഓഫ് 1 kg. 1 കിലോ മാസുള്ള ഒരു ബോഡിയിൽ 1 meter per second സ്ക്വയർ ആക്സിലറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഏതെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അത് ഫോഴ്സാണ്, അതായത് ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ the weight of a body of mass m kg is m into g. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, weight is equal to mass into acceleration due to gravity. അപ്പോൾ m kg മാസുള്ള അല്ലെങ്കിൽ m kg മാസുള്ള ഒരു ബോഡിയുടെ വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും W is equal to m into g. m എന്ന് വെച്ചാൽ മാസും g എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് 1 kg ഓഫ് മാസ്, 1 കിലോ മാസുള്ള ഒരു ബോഡിയുടെ വെയിറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും? 1 kg ഇൻറ്റു ജിയുടെ വാല്യൂ എത്രയാണ്? 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മൾട്ടിപ്ലൈ ചെയ്താൽ 9.81 ഇൻറ്റു യൂണിറ്റ് ഒരുമിച്ച് എഴുതിയ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിനെ തന്നെയാണ് നമ്മൾ 9.81 ന്യൂട്ടൺ എന്ന് പറയുന്നത്. കാരണം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റും, ആ യൂണിറ്റ് നമ്മൾ SI സിമ്പിളും നോക്കാം. SI യൂണിറ്റിൽ അതിൻ്റെ സിമ്പിളും എന്താണെന്ന് നോക്കാം. ആദ്യം ലെങ്ത്തിനെ നമ്മൾ യൂഷ്വലി SI യൂണിറ്റിൽ മീറ്റർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ M ആണ് അതിൻ്റെ സിമ്പിളായിട്ട് കൊടുക്കുന്നത്. അടുത്തത് മാസ് നമ്മൾ കിലോഗ്രാമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് SI യൂണിറ്റിൽ. അതിനെ നമ്മൾ kg എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈം നമ്മൾ സെക്കൻഡ്സിലാണ് SI യൂണിറ്റിൽ യൂഷ്വലി കൊടുക്കുന്നത്. അതിനെ സ്മോൾ ലെറ്റർ S എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഏരിയ നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സിമ്പിൾ സ്മോൾ m സ്ക്വയർ.
അടുത്തത് വോളിയം. വോളിയം നമ്മൾ മീറ്റർ ക്യൂബിലാണ് യൂഷ്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ എം ക്യൂബ് എന്ന് കൊടുക്കും. ഓക്കെ. ഇനി അടുത്തത് ലീനിയർ വെലോസിറ്റി. വെലോസിറ്റി നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാണ് പറയുന്നത്. അതിൻ്റെ നൊട്ടേഷൻ M/S, സ്മോൾ ലെറ്റർ M/S. അപ്പോൾ അതേപോലെ നമുക്ക് കുറച്ചധികം നൊട്ടേഷൻസ് തന്നിട്ടുണ്ട്, ഞാൻ എല്ലാം വായിക്കുന്നില്ല. ഫോഴ്സിനെ നമ്മൾ ന്യൂട്ടൺ എന്നാണ് പറയുന്നത്. നൊട്ടേഷൻ ക്യാപിറ്റൽ N എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ. അതേപോലെ ആക്സിലറേഷൻ, സാധാരണ ആക്സിലറേഷൻ അല്ലെങ്കിൽ നമുക്ക് ലീനിയർ ആക്സിലറേഷൻ എന്ന് പറയാം. അത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ സ്മോൾ M/S² എന്നാണ് സിമ്പിൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. അടുത്തത് പവർ നമ്മൾ വാട്ട്സിലാണ് പറയുന്നത്. സിമ്പിൾ ക്യാപിറ്റൽ W. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് ക്വാണ്ടിറ്റീസ്, അതിൻ്റെ യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ്സ്, ഇപ്പോൾ ഇത് തന്നെ കൊടുക്കണമെന്നല്ല, യൂഷ്വലി SI യൂണിറ്റിൽ നമ്മൾ ഇതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ സിമ്പിളും ഇതാണ്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് ഫോഴ്സ് സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഫോഴ്സ് സിസ്റ്റത്തിനെ നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. For force systems can be classified into coplanar and no coplanar. ഓക്കെ. അപ്പോൾ ഫോഴ്സിൻ്റെ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കോപ്ലാനാർ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഫോഴ്സസ് ഇൻ സെയിം പ്ലെയിൻ. ഒരുപാട് ഫോഴ്സസ് ഉണ്ടാകും, പക്ഷേ ഒരൊറ്റ പ്ലെയിനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിനാണ് കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത നോൺ കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻ. പല ഫോഴ്സുകളുണ്ട്, പക്ഷേ അത് പല പ്ലെയിൻസിലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി കോപ്ലാനാർ ഫോഴ്സിനെ തന്നെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൊലീനിയർ, പാരലൽ, കൺകറൻറ്റ്, നോൺ കൺകറൻറ്റ്. ഓക്കെ. അപ്പോൾ ആദ്യം കൊലീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫോഴ്സ് ഇൻ എ സെയിം ലൈൻ ഓഫ് ആക്ഷൻ. ഒരേ ലൈൻ ഓഫ് ആക്ഷനിലാണ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ കൊലീനിയർ എന്ന് പറയും. ഓക്കെ. അപ്പോൾ കൊലീനിയർ എന്ന് വെച്ചാൽ ലൈൻ ഓഫ് ആക്ഷൻ, എല്ലാം ഒരേ ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കും വരുന്നത്. അടുത്തത് പാരലൽ. ഇറ്റ് വിൽ ബി ഇൻ സെയിം പ്ലെയിൻ ആൻഡ് പാരലൽ. അപ്പോൾ പാരലൽ ഫോഴ്സ് എന്ന് വെച്ചാൽ അത് ഒരേ പ്ലെയിനിലും ആയിരിക്കും, അത് പാരലലും ആയിരിക്കും. ഒന്നിന് മുകളിൽ ഒന്നായിട്ടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ടൊക്കെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അടുത്തത് കൺകറൻറ്റ്. കൺകറൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോഴ്സസ് കമ്മിങ് ഇൻ ആൻഡ് ഔട്ട് ഇൻ എ സിംഗിൾ പോയിൻറ്റ്. അപ്പോൾ കൺകറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ പോയിൻറ്റിൽ നിന്ന് ഇൻവേർഡ്സോ ഔട്ട്വേർഡ്സോ വരുന്നതായിട്ടുള്ള പോയിന്റുകളെയാണ് നമ്മൾ കൺകറൻറ്റ് എന്ന് പറയുന്നത്. നോൺ കൺകറൻറ്റ്, നോൺ പാരലൽ ഫോഴ്സസ് ഇൻ റാൻഡമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയൊക്കെയാണ് നമ്മൾ നോൺ കൺകറൻറ്റ് അല്ലെങ്കിൽ നോൺ പാരലൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമത് നോൺ കോപ്ലാനാർ ഫോഴ്സ് ആണ്. അതിനെ വീണ്ടും നമ്മൾ കൺകറൻറ്റ് എന്നും പാരലൽ എന്നും നോൺ കൺകറൻറ്റ് ആൻഡ് നോൺ പാരലൽ എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് സിസ്റ്റം വരുന്നത്. അടുത്തത് ഇമ്പോർട്ടൻറ്റ് ലോസ് ഓഫ് മെക്കാനിക്സ്. അപ്പം മെക്കാനിക്സിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ലോ ആണ്. ഇപ്പോൾ ഞാനിത് വളരെ ബ്രീഫായിട്ട് പറയുവാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ലെക്ചർ പറഞ്ഞു പോകുമ്പോൾ ഓരോ ലോയും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓരോ ലോയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. റിജിഡ് ബോഡി മെക്കാനിക്സ് ഈസ് ഫോർമുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ന്യൂട്ടൺസ് 3 ലോസ് ഓഫ് മോഷൻ. അപ്പോൾ റിജിഡ് ബോഡി മെക്കാനിക്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ലോസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ന്യൂട്ടൺസ് ലോ ആണ്. ന്യൂട്ടൺസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോ. അപ്പോൾ ഓരോന്ന് നമുക്ക് നോക്കാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. എ പാർട്ടിക്കിൾ ഒറിജിനലി അറ്റ് റെസ്റ്റ് or moving in a straight line with constant velocity will remain in this state provided the particle is not subjected to any unbalanced force. അപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത് ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ബോഡി ഇനീഷ്യലി അത് റെസ്റ്റിലോ അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അതേ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ? അൺലെസ് ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് അപ്പോൺ ഇറ്റ്. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മളതിൽ കൊടുക്കുന്നവരെ അത് റെസ്റ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ യൂണിഫോം മോഷനിലോ എത്ര വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്തോളും. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പറയുന്നത് എ പാർട്ടിക്കിൾ ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ക്യാപിറ്റൽ എഫ് എക്സ്പീരിയൻസ് ആൻ ആക്സിലറേഷൻ സ്മോൾ ലെറ്റർ എ that has the same direction as the force and magnitude that is directly proportional to the force. അപ്പോൾ സെക്കൻഡ് ലോ പറയുന്നത് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഫർദർ പിന്നെ പറയുന്നുണ്ട്. അടുത്തത് ന്യൂട്ടൺസ് തേർഡ് ലോ. ദ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ between two particles
are equal, opposite and collinear. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് ന്യൂട്ടൺസ് ലോ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചേക്കുന്ന 3 സിമ്പിൾ ഡെഫിനീഷൻസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് ലോ പറയുന്നത് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion in a straight line unless it is acted upon by some external force. അതുപോലെ സെക്കൻഡ് ലോ പറയുന്നത് ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ആൻഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ്. തേർഡ് ലോ പറയുന്നത് എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇതിലേതെങ്കിലും സെൻറ്റൻസ് നിങ്ങൾക്ക് പഠിക്കാം. ഇവിടെ ഇത് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആണെങ്കിൽ അടുത്ത പഠിക്കാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ നമ്മൾ ന്യൂട്ടൺസിൻ്റെ ബേസിക് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പറഞ്ഞു. ഇനി അടുത്തത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. 2 particles are attracted towards each other along the line connecting them with a force whose magnitude is proportional to the product of their masses and inversely proportional to the square of distance between them. ഓക്കെ, ഇപ്പോൾ 2 പാർട്ടിക്കിൾ m1 m2 മാസിലുള്ള 2 പാർട്ടിക്കിൾ ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഈച്ച് അതർ എലോങ് ദ ലൈൻ കണക്റ്റിംഗ് ദം വിത്ത് എ ഫോഴ്സ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ഫോഴ്സുമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ, അതൊരു സിംഗിൾ ലൈനിലാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ദാറ്റ് ഫോഴ്സ് will be directly proportional to product of their masses, and inversely proportional to distance between them, square of distance between them. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോളർ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു നൊട്ടേഷൻ എഫ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാസ് m1 and m2 ആൻഡ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. Here capital F is the force of attraction, m1 m2 are the masses of the particle and small letter r is the distance between the particle. ആ 2 മാസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ആർ. ഇനി നമുക്ക് ഈ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള സൈൻ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ആൻഡ് ജി ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോൺ as യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അടുത്തത് പാരലലോഗ്രാം ലോ. If 2 forces acting simultaneously at a point are represented in magnitude and direction by 2 adjacent sides of a parallelogram, then the resultant is represented in magnitude and direction by the diagonal of the parallelogram which passes through the point of intersection of 2 sides representing the force. ഓക്കെ, ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് 2 ഫോഴ്സ് ഒ എ എന്ന് പറയുന്നൊരു ഫോഴ്സും ഒ ബി എന്ന് പറയുന്നൊരു ഫോഴ്സും. അപ്പോൾ ഒ എൻ്റെ ഫോഴ്സിനെ നമുക്ക് പി എന്നും ഒ ബി എന്ന് പറയുന്ന ഫോഴ്സിനെ ഞാൻ ക്യൂ എന്നും മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ പറയുന്നത് ഇഫ് 2 ഫോഴ്സസ് ആക്ടിങ് സൈമൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ്, ഒ എന്ന് പറയുന്ന ഒരു കോമൺ പോയിന്റ് ഇത് 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമ്മൾ ഒരു പാരലലോഗ്രാമായിട്ട് അസ്യൂം ചെയ്യുവാണ്. ഒരു പാരലലോഗ്രാമിൻ്റെ 2 സൈഡായിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഈ ലോ പറയുന്നത് റിസൾട്ടൻ്റ്, ഈ 2 ഫോഴ്സും കൊണ്ടുണ്ടാകുന്ന റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ഈ ഒരു പാരലലോഗ്രാമിൻ്റെ എന്തായിരിക്കും, ഡയഗണലായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് 2 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഒ എന്ന് പറയുന്ന സിംഗിൾ പോയിന്റിൽ നിന്നാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു പാരലലോഗ്രാത്തിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡാണെന്ന് കൺസിഡർ ചെയ്തിട്ട് ഒരു പാരലലോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ 2 ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണലിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പാരലലോഗ്രാത്തിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്തായിരിക്കും, ഈ പാരലലോഗ്രാമിൻ്റെ ഡയഗണലിനോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡയഗണലിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കേണ്ടത് ഒ എ എന്ന് പറയുന്നതാണ് നമ്മൾ ഫസ്റ്റ് ഫോഴ്സ്, ഒ ബി എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഫോഴ്സ്. അപ്പോൾ ഒ എയിലുള്ള ഫോഴ്സിനെ പി എന്നും ഒ ബിയിലുള്ള ഫോഴ്സിനെ ക്യൂ എന്നും നൊട്ടേറ്റ് ചെയ്തു. ഇനി ഇതൊരു പാരലലോഗ്രാം ആണെന്നുള്ള രീതിയിൽ ഞാൻ ആ സൈഡ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എവിടെയായിരിക്കും, റിസൾട്ടൻ്റ് ഇതിൻ്റെ ഡയഗണലിലായിരിക്കും. ഓക്കെ, ഇനി 1-2 മാർക്കിങ്സ് ഉള്ളത്.
ഈ പിയും ക്യൂവും തമ്മിലുള്ള ഫുൾ ആംഗിൾ ആൽഫയാണ്, അതായത് ഈ ഒരു ആംഗിൾ ആൽഫയാണ്. ഇനി അതുപോലെ ഈ റിസൾട്ടൻറ്റും പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്, റിസൾട്ടൻറ്റും ബിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ ബീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഫിഗർ വരച്ച് ഈ ഒരു ലോ എഴുതി വെച്ചേക്കുക. നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തത് ട്രയാങ്കുലർ ലോ. If two forces acting simultaneously on a body are represented by sides of a triangle taken in order, then the resultant is represented by closing the sides of the triangle in opposite order. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സസ് ഉണ്ടെന്ന് വിചാരിച്ചു, എ എന്ന് പറയുന്ന ഫോഴ്സും ബി എന്ന് പറയുന്ന ഫോഴ്സും. ഇതിനെ നമ്മളൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡിനോട് ഈക്വൽ ആയിരിക്കും. ടേക്കൺ റിവേഴ്സ് ഓർഡർ. അപ്പോൾ എ എന്ന് പറയുന്നൊരു ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ബി എന്ന് പറയുന്ന ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മളൊരു ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഈ എയും ബിയും എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡായിരിക്കും, പക്ഷേ ടേക്കൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ, ഓപ്പോസിറ്റ് ഓർഡർ, അതായത് ഈ ഡയറക്ഷനിലാണ് എടുക്കുന്നത്. യൂഷ്വലി നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് ഇങ്ങനെയാണ് വരേണ്ടിയിരുന്നത്, പക്ഷേ റിസൾട്ടൻ്റ് ആയതുകൊണ്ട് എയിൻ്റെയും ബിൻ്റെയും ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റിലായിരിക്കും ഈ റിസൾട്ടൻ്റ് വരുന്നത്. ഇഫ് വി ഹാവ് റെപ്രസെൻറ്റഡ് ഫസ്റ്റ് ഫോഴ്സ് ഒ എ, ഫസ്റ്റ് ഫോഴ്സസ് ഒ എ ആൻഡ് അതർ ബൈ എ ബി. അപ്പോൾ ആദ്യത്തെ ഫോഴ്സിനെ ഒ എ എന്നും രണ്ടാമത്തെ ഫോഴ്സിനെ എ ബി എന്നും റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ you can add the two force either by parallelogram law or law of triangle. അപ്പോൾ രണ്ട് ഫോഴ്സ് ഇതുപോലെ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച പാരലലോഗ്രാം ലോ വെച്ചിട്ട് ഡയഗണൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ ട്രയാങ്കുലർ ലോ വെച്ചിട്ട് നമുക്കതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാം. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ദി ആക്ഷൻ ഓഫ് എ ഗിവൺ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഓൺ എ റിജിഡ് ബോഡി is not changed by adding or subtracting another system of forces in equilibrium. This principle states that the combined effect of force system acting on a particle or a rigid body is the sum of effects of individual force. അതായത് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ F1, F2, F3, F4 എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പോസിബിളാണ്. ഇതിനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫോഴ്സിൻ്റെയും ഇൻഡിവിജ്വലിൻ്റെ സം ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഒന്നെങ്കിൽ അതിൻ്റെ നെറ്റ് ഫോഴ്സ് ഓരോന്നെ ആഡ് ചെയ്തിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ഓരോ ഫോഴ്സിനെയും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റോ മൊമെൻറ്റോ എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്താലും മതി. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് എ ഫോഴ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓൺ എനി റിജിഡ് ബോഡി ടു വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇതൊരു ബോഡിയാണ്, ഇവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ, ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡിയിലുള്ള എഫക്റ്റ് മാറ്റാതെ തന്നെ, ഈ ഫോഴ്സ് കൊണ്ടുള്ള എഫക്റ്റ് മാറ്റാതെ തന്നെ നമുക്ക് ഈ ഒരു ലൈൻ ഓഫ് ആക്ഷൻ, ഈ ഒരു ബോഡിയിൽ ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള ലൈൻ ഓഫ് ആക്ഷനാണിത്. ഏത് ലൈനിലാണോ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഈ ലൈനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഫോഴ്സിനെ മാറ്റി റിപ്ലേസ് ചെയ്യാം. അതിൻ്റെ ആക്ഷനിൽ യാതൊരുവിധ ചേഞ്ചും വരില്ല. അതായത് ഇപ്പോൾ ഈ ഒരു ഫോഴ്സ് ഇവിടെ ആയിരുന്നു, ഇതിനെ വേണമെങ്കിൽ എനിക്ക് ഈ സൈഡിൽ അപ്ലൈ ചെയ്യാം, ഇതിലുണ്ടാകുന്ന അതേ എഫക്റ്റ് തന്നെയായിരിക്കും ഇതിലുണ്ടാകുന്നത്. അതേപോലെ ഇപ്പോൾ ഈ ഒരു ഫിഗർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെയാണ് ഫോഴ്സ് ആക്ച്വലി ആക്ട് ചെയ്തത്. ഇനി ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ അത് ഈ ഒരു ലൈനിലാണ് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ലൈനിൽ എവിടെ വേണമെങ്കിലും എനിക്ക് ഈ ഫോഴ്സിനെ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വേണേൽ പ്ലേസ് ചെയ്യാം, എവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അതിലുണ്ടാകുന്ന എഫക്റ്റുകൾ സെയിം തന്നെ ആയിരിക്കും. അടുത്ത് നമ്മൾ ഈ ഒരു ഫിഗർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോളിൻ്റെ
ഒരു പോയിന്റ് ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അടുത്ത പോയിന്റിൽ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അടുത്ത പോയിന്റിൽ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത് എങ്ങനെയാണ്? ഒന്നിങ്ങനെ പോവും, ഒന്നിങ്ങനെ പോവും, ഒന്നിങ്ങനെ പോവും. അപ്പോൾ ഇതിനെ നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ സർഫസിൽ കൊടുത്തതിന് പകരം ഈ ഫോഴ്സിന് പകരം അത് ഞാൻ കുറച്ചുകൂടി അകത്തേക്ക് ലൈൻ ഓഫ് ആക്ഷനിൽ അടുത്ത പോയിന്റിലേക്ക് മാർക്ക് ചെയ്തു. ഇത് സർഫസിൽ കൊടുക്കുന്നതിന് പകരം ഇതിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് അതേ ലൈൻ ഓഫ് ആക്ഷനിൽ ഞാൻ മാർക്ക് ചെയ്തു. ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വീണ്ടും മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഫിഗറിലുണ്ടാകുന്ന ഫോഴ്സിൻ്റെ അതേ എഫക്റ്റ് തന്നെയായിരിക്കും ഈ ഒരു ഫിഗറിലും ഈ ബോഡിയിലും ഉണ്ടാകും. അപ്പോൾ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എ ഫോഴ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് എലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ. അപ്പോൾ ആ ഒരു ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഫോഴ്സിനെ മാറ്റി പ്ലേസ് ചെയ്യാം. അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് ചേഞ്ച് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. അടുത്തത് ലാസ്റ്റ് വൺ, ലോ ഓഫ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ലാമീസ് തിയറം. ഇഫ് ത്രീ ഫോഴ്സസ് acting at a point are in equilibrium, each force is proportional to the sine of angle between the other two forces. അപ്പോൾ 3 ഫോഴ്സ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഓരോ ഫോഴ്സും അതിൻ്റെ സൈൻ ഓഫ് ആംഗിൾ ഓപ്പോസിറ്റ് രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിളുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് F1 എന്ന് പറയുന്നൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, F2 എന്ന് പറയുന്നൊരു ഫോഴ്സ്, F3 എന്ന് പറയുന്ന ഫോഴ്സ്. ഇതെല്ലാം O എന്ന് പറയുന്നൊരു സിംഗിൾ പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി F1 ഡിവൈഡഡ് ബൈ ഈ F2ൻ്റെയും F3ൻ്റെ ഇടയിലുള്ള ആംഗിളിൽ നമുക്ക് ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F1 ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ, അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെ ഇതാണ് F2, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ഫോഴ്സ് F3യും F1ഉം ആണ്. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ബീറ്റയാണ് എങ്കിൽ F2 ഡിവൈഡഡ് ബൈ സൈൻ ബീറ്റ വിൽ ബി കോൺസ്റ്റൻറ്റ്. അതേപോലെ അടുത്തത് F3യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ഫോഴ്സ് F1ഉം F2ഉം ആണ്. അതിൻ്റെ ഇടയിലത്തെ ആംഗിൾ നമുക്ക് ഗാമയെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ F3 ഡിവൈഡ് ബൈ സൈൻ ഗാമയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സിൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് F1 ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റിൽ കിടക്കുന്ന രണ്ട് ഫോഴ്സിൻ്റെയും ഇൻ ബിറ്റ്വീനുള്ള ആംഗിൾ സൈൻ ആൽഫ വിൽ ബി ഈക്വൽ ടു F2 ഡിവൈഡഡ് ബൈ സൈൻ ബീറ്റ ഡിവൈഡഡ് ബൈ F3 ഡിവൈഡഡ് ബൈ സൈൻ ഗാമ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ലെക്ചറായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓരോ ലോസും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇനിയുള്ള ലെക്ചറിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പല പ്രോബ്ലംസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ബ്രീഫ് ഒരു ഓവർവ്യൂ ആയിട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ നോട്ട്സ് ആവശ്യമായിട്ടുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.